പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്നരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത ചിന്ത 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയയിലെ പ്രവാചകൻ്റെ അടുക്കൽ ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൽ നിന്നും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിച്ചു എന്ന് രഹസ്യമായി സമ്മതിക്കുന്ന പലരും സാഹചര്യങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷികളാകുവാനോ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനോ കഴിയില്ലെന്ന് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രതിഫലിക്കാറുണ്ട്. തങ്ങളുടെ ജീവിതത്തിൽ ആരും സഹായിക്കുവാനില്ലെന്ന സാഹചര്യത്തിൽ, ആർക്കും സഹായിക്കുവാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ, തങ്ങളുടെ നിസ്സഹായതയിലുള്ള നിലവിളികളുടെ മുമ്പിൽ ദൈവം പ്രവർത്തിച്ച വിധങ്ങൾ, സാഹചര്യങ്ങൾ നോക്കി അല്ലായിരുന്നു എന്ന് ഈ കൂട്ടർ ബോധപൂർവം മറന്നു കളയുന്നുണ്ട്. അരാമ്യ സൈന്യത്തിൻ്റെ തലവനായ നയമാൻ്റെ വേലക്കാരിയായ ഒരു ചെറിയ പെൺകുട്ടി അവളുടെ യജമാനൻ്റെ ശരീരത്തിലെ കുഷ്ഠരോഗം കണ്ടപ്പോൾ അത് സൗഖ്യമാക്കുവാൻ കഴിവുള്ള യഹോവയാം ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവാചകനെയും കുറിച്ച് ഓർത്തു. ശത്രു രാജ്യത്തിൽ നിന്നും തടവുകാരിയായി പിടിക്കപ്പെട്ട് അടിമയായി വീട്ടിലെ വേല ചെയ്യുന്ന അവൾക്ക് തൻ്റെ വാക്കുകൾ യജമാനന് വിശ്വസിക്കുമോ എന്ന് സംശയിച്ച് മിണ്ടാതിരിക്കാമായിരുന്നു. അടിമത്തത്തിൽ നിന്നും വിമോചനം ലഭിക്കുകയാണെങ്കിൽ സാക്ഷിയാകണമെന്നുള്ള തീരുമാനിച്ച് മൗനം അവലംബിക്കാമായിരുന്നു. അന്യദൈവങ്ങളെ ആരാധിക്കുന്ന നയമാനോട് അത്യുന്നതനായ ദൈവത്തെക്കുറിച്ചോ അവൻ്റെ പ്രവാചകനെക്കുറിച്ചോ പറയുവാനുള്ള സാഹചര്യങ്ങളില്ലെന്ന് ന്യായീകരണങ്ങൾ പറയാമായിരുന്നു. ഈ പ്രതികൂല സാഹചര്യത്തിൽ ആരുടെയും സമ്മർദ്ദങ്ങളില്ലാതെ, നിർബന്ധങ്ങളില്ലാതെ, ഭവിഷ്യത്തുകളില്ലാതെ, പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഭയപ്പെടാതെ സാക്ഷിയായി അത് നയമാൻ്റെ സൗഖ്യത്തിനും തത്തയിര അവൻ്റെ ദൈവമായ യഹോവയെ കണ്ടെത്തുന്നതിനും മുഖാന്തരമായി തീർന്ന ഒരു ചെറിയ ബാല്യക്കാരുടെ ദൈവവുമായുള്ള ബന്ധം ആഴത്തിൽ വെളിപ്പെടുന്ന വേദഭാഗമാണ് നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. പ്രിയ കുടുംബമേ, പ്രിയ സഹോദര, പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് വേണ്ടി ശബ്ദം ഉയർത്തുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. സാഹചര്യങ്ങളുടെ നടുവിൽ മൗനമായിരിക്കാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. ഏത് സാഹചര്യയുടെ നടുവിലും, ഏത് പദവിയുടെ മുമ്പിലും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം നമ്മെ അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്നു. ആ ഒരുക്കത്തിലേക്ക് പ്രവേശിപ്പാൻ ഇന്ന് പകലിൽ എത്ര പേർക്ക് കഴിയും? അതുകൊണ്ട് അടിമയായി അന്യദേശത്ത് കഷ്ടം അനുഭവിക്കുന്ന ആ സാധു പെൺകുട്ടിയുടെ സാക്ഷ്യം നമുക്ക് മാതൃകയാക്കാൻ പറ്റുമോ? അതെ, ഈ കാലഘട്ടത്തിൻ്റെ അകത്ത് മൗനമായിരിക്കുവാനുള്ളവരല്ല നാം. കർത്താവിന് വേണ്ടി ശബ്ദമുയർത്തുവാൻ നമ്മുടെ ആദരങ്ങളെയും നമ്മുടെ ഹൃദയങ്ങളെയും ദൈവസ്ഥലയിൽ സമർപ്പിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you. Maranatha.